അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ അലാ ആലിഹി വസ്വഹ്ബിഹി അജ്മായിൻ അമ്മാബാദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് സ്വർഗമാണുള്ളത്. എന്നാൽ അള്ളാഹുവിൽ അവിശ്വസിച്ച് ധിക്കാരികളായി ജീവിച്ച ആളുകൾക്ക് നരകമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഈ ലോകത്ത് പല തെറ്റുകളും അധാർമികതകളും പ്രവർത്തിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ച ആളുകൾക്ക് അതിൻ്റെ ശിക്ഷ ഈ ലോകത്ത് തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. തെറ്റുകൾ ചെയ്ത ആളുകൾക്ക് അതിൻ്റെ പ്രതിഫലം, അതായത് ശിക്ഷ, ഈ ലോകത്ത് തന്നെ പൂർണ്ണമായി നടപ്പിലാക്കുക സാധ്യവുമല്ല. ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയ ആളെ ഒരു പ്രാവശ്യമേ നമുക്ക് കൊല്ലാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കഴിയും. അവർ ചെയ്ത തെറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ശിക്ഷ നൽകാൻ ഈ ലോകത്തുനിന്ന് സാധ്യമല്ല. അതുപോലെ തന്നെ നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായി ഈ ലോകത്തുനിന്ന് നൽകുക എന്നുള്ളത് സാധ്യമല്ലാത്തതാണ്. അതുകൊണ്ടാണ് പരലോകം ആവശ്യമായി വന്നിട്ടുള്ളത്. സ്വർഗ നരകങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളതാണ്. സ്വർഗത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ വിവരിച്ചു. നരകത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലും ഹദീസിലും വളരെ വ്യക്തമായി നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൂറത്ത് ബഖറയിൽ ഒരു പ്രാർത്ഥന നമുക്ക് കാണാം. റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത വമാ ലിൽളാലിമീന മിൻ അൻസാർ. റബ്ബന, എൻ്റെ രക്ഷിതാവേ, ഇന്നക മൻ തുദ്ഖിലിൻ നാറ, ആരെങ്കിലും, നിങ്ങളിൽ ആരെങ്കിലും നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫഖദ് അഖ്സൈത, അവൻ നിന്ദ്യരായി കഴിഞ്ഞു. വമാലിൽളാലിമീന മിൻ അൻസാർ, വമാലിൽളാലിമീന, അക്രമികൾക്കില്ല, മിൻ അൻസാർ, ഒരു സഹായിയും. ഇപ്പോൾ സ്വർഗം നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ നിന്ദ്യനായി കഴിഞ്ഞു. അതുപോലെ തന്നെ അവനെ സഹായിക്കാൻ ആരും ഉണ്ടാവുകയില്ല. ഈ ലോകത്ത് എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ ഇവിടെ നിന്ന് അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. വലിയ സ്വാധീനമോ അവൻ്റെ വലിയ പദവികളോ ഉപയോഗിച്ച് ആ ഒരു ശിക്ഷയിൽ നിന്നും അവന് ഇളവ് കിട്ടിയേക്കാം. കോടതി ഒരു പക്ഷേ അവനെ ശിക്ഷിച്ചില്ലെന്ന് വരാം. പോലീസിനോ മറ്റു നിയമപാലകർക്കോ ഈ തെറ്റോ കുറ്റവാളിയെയോ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ ശിക്ഷ വിധിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരിക്കലും അവന് കഴിയില്ല. അവൻ അതിൽ നിന്ദ്യനായി കഴിയേണ്ടി വരും. ശാശ്വതനായിരിക്കും അവൻ. അവനെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല. സൂറത്തു വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നത് കാണാം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക. വഖൂദുഹൻ നാസു വൽ ഹിജാറ, അതിൻ്റെ ഇന്ധനം മനുഷ്യരും കല്ലുമാണ്. അലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, അതിലുണ്ട് കഠിനന്മാരും പരുക്കന്മാരുമായ മലക്കുകൾ. ലാ യഅ്സൂനല്ലാഹ മാ അമറഹും, അവർ അള്ളാഹുവിനെ ധിക്കരിക്കുകയില്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ, എന്താണോ കൽപ്പിക്കപ്പെട്ടത് അതുപോലെ അവർ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ മനുഷ്യരും കല്ലുകളുമാണ് നരകത്തിൻ്റെ ഇന്ധനം. നരകത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന മലക്കുകൾ പരുക്കന്മാരും അതിശക്തന്മാരുമാണ്. അള്ളാഹു പറയുന്നതിന് അവർ ഒരിക്കലും ധിക്കരിക്കുകയില്ല. അവരെന്താണോ, അള്ളാഹു എന്താണോ കൽപ്പിക്കുന്നത് അതുപോലെ ചെയ്യുന്ന കഠിനന്മാരായ മലക്കുകളാണ് അവിടെയുള്ളത്. ഇനി നരകത്തിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വഹാബികളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഒരു വലിയ ശബ്ദം കേട്ടു. ആ സമയത്ത് സ്വഹാബികൾ ചോദിച്ചു, എന്താണ് പ്രവാചകരെ ഈ ശബ്ദം? ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, 70 വർഷം മുമ്പ് നരകത്തിൽ പതിച്ച ഒരു കല്ല്, അതിൻ്റെ അടിത്തട്ടിൽ എത്തിയ ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. നരകത്തിൻ്റെ അഗാധതയും അതിൻ്റെ
ആഴവും എത്രയാണെന്ന് ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നരകത്തിൻ്റെ തീയുടെ ചൂടിനെ കുറിച്ച് ഒരുപാട് വിവരണങ്ങൾ വിശുദ്ധ ഖുർആനിലും ഹദീസിലും കാണാം. ഫീ സമൂമിൻ വഹമീം, തുളച്ച് കയറുന്ന ഉഷ്ണക്കാറ്റ്, അതുപോലെ തന്നെ വഹമീം, ചുട്ട് തിളയ്ക്കുന്ന വെള്ളം, വളില്ലിം മിൻ യഹ്മൂം, കരിമ്പുകയുടെ തണൽ, ലാ ബാരിദിൻ വലാ കരീം, തണുപ്പുള്ളതോ സുഖദായകമായതോ അല്ലാതെ. അതായത് നരകത്തിൻ്റെ അവസ്ഥ, അതിലെ വായു, നരകത്തിലെ വെള്ളം, അതുപോലെ തന്നെ നരകത്തിൻ്റെ തണൽ, ഇത് മൂന്നുമാണ് അവിടെ വിശദീകരിക്കുന്നത്. നരകത്തിൻ്റെ വായു എന്ന് പറഞ്ഞത് ഉഷ്ണമാണ്, തുളച്ച് കയറുന്ന ഉഷ്ണക്കാറ്റ്. നരകത്തിൻ്റെ വെള്ളം ചുട്ടു തിളക്കുന്നത്. നരകത്തിൻ്റെ തണൽ കരിമ്പുകയുടെ തണൽ. ഒരു നിലക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സംവിധാനിച്ചിട്ടുള്ളത്. അതിൽ തണുപ്പില്ല, തണുപ്പുള്ളതോ സുഖദായകമായതോ അല്ല. നരകം അതിൻ്റെ ആളുകളെ വിദൂരത്ത് നിന്ന് കാണുന്നതായിട്ട് പറയുന്നുണ്ട്. നരകം അവരെ, അക്രമികളായ ആളുകളെ, നരകവാസികളായ ആളുകളെ വിളിക്കുകയും ദൂരെ നിന്ന് വിളിക്കുന്നതായിട്ടും കോപിക്കുന്നതായിട്ടും ആ കോപം നിമിത്തം അത് പൊട്ടിപ്പിളരാറാകുന്നതായിട്ടൊക്കെ വിശുദ്ധ ഖുർആനിൽ കാണാവുന്നതാണ്. സൂറത്തു ബഖറയിൽ നമുക്ക് കാണാം, തകാദു തമയ്യസു മിനൽ ഗൈൽ കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. തകാദു തമയ്യസു മിനൽ ഗൈൽ, അത് അതിൻ്റെ കോപം നിമിത്തം പൊട്ടിപ്പിളരാറാകുമായിരിക്കും. കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ, അതിലേക്ക് ഓരോ സംഘത്തെയും ഇടുന്ന സമയത്ത് സഅലഹും, അവരോട് പറയപ്പെടും, ഹസനതുഹ, അതിൻ്റെ കാവൽക്കാരായ മലക്കുകൾ, അലം യഅതികും നദീർ, നിങ്ങൾക്ക് താക്കീതുകാരായ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നില്ലേ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീറുൻ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. ഖാലൂ, അവർ പറയും, ബലാ ഖദ് ജാഅനാ നദീർ, അതെ നമുക്ക് താക്കീതുകാർ വന്നിരുന്നു. ഫകദ്ദബ്നാ, അപ്പോൾ നാം അവരെ കളവാക്കി. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇ, അല്ലാഹു ഇതൊന്നും ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, ഇത് വലിയ വഴികേടാണ് എന്ന് പറയുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും അവൻ്റെ താക്കീതുകാരെയും അവഗണിച്ച ആളുകൾക്ക് കഠോരമായ ശിക്ഷയാണുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നരകശിക്ഷയിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ.